നമസ്കാരം. സംസ്ഥാനത്ത് SSLC ഫലം പുറത്തു വന്നതോടെ A+കളുടെ എണ്ണത്തിന്റെ വാഴ്ത്തുപാട്ടുകളാണ് നടക്കുന്നത്. അത്തരമൊരവസ്ഥയിൽ ഫുൾ A+ കിട്ടാത്ത തന്റെ മകനെ പറ്റി നോവലിസ്റ്റ് മുഹമ്മദ് അബ്ബാസ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവെച്ച കുറിപ്പ് വൈറലാകുകയാണ്. മനോഹരവും സുന്ദരവുമായ ഈ കുറിപ്പ് ഇങ്ങനെയാണ് തുടങ്ങുന്നത്. ഫുൾ A+ ഒന്നുമില്ല, 2 A+, ബാക്കി Aയും Bയും. ഞാൻ എൻ്റെ മകനെ അഭിമാനത്തോടെ ചേർത്ത് പിടിക്കുന്നു. അന്നത്തിന്റെ ഒരോഹരി പൂച്ചകൾക്ക് കൊടുക്കുന്നതിന്, ഈ പൊരി വെയിലത്ത് ഒരു ദിവസം പോലും മുടങ്ങാതെ കിളികൾക്കും കാക്കകൾക്കും വെള്ളം കൊടുക്കുന്നതിന്, സ്വന്തം വസ്ത്രങ്ങൾ അലക്കുകയും കഴിച്ച പാത്രങ്ങൾ കഴുകുകയും സ്വന്തം കിടപ്പിടം തുടക്കുകയും മുറ്റമടിക്കുകയും ചെയ്യുന്നതിന്, താൻ കൊടുക്കുന്ന ചെറിയ പോക്കറ്റ് മണിയിൽ നിന്ന് പോക്കറ്റ് മണി കിട്ടാത്ത കൂട്ടുകാർക്ക് ഒരു ഓഹരി കൊടുക്കുന്നതിന്, ഒരു ദിവസത്തെ വീട്ടു ചെലവിന് എത്ര രൂപ വേണമെന്ന് കൃത്യമായിട്ട് അറിവുള്ളതിന്, നന്നായിട്ട് പന്ത് കളിക്കുന്നതിന്, ഈ ഭൂമിയിൽ എൻ്റെ മകനായി പിറന്നതിന് ഞാൻ അവനോട് നന്ദി പറയുന്നു. ഏറ്റവും സ്നേഹത്തോടെ ഞാൻ അവന്റെ നെറുകയിൽ ഉമ്മ വയ്ക്കുന്നു. ജീവിതത്തിലെ യഥാർത്ഥ പരീക്ഷകൾ വരാനിരിക്കുന്നതേയുള്ളൂ ഹാഷിമെ എന്ന് ഞാൻ അവനോട് ഉറക്കെ പറയുകയാണ്. ഒപ്പം ഫുൾ A+ നേടിയ അവന്റെ കൂട്ടുകാരെയും മറ്റു കുട്ടികളെയും അഭിനന്ദിക്കുകയും ഒത്തിരി സ്നേഹത്തോടെ അതിലേറെ അഭിമാനത്തോടെ മുഹമ്മദ് ഹാഷിമിന്റെ ഉപ്പ അബ്ബാസ്. ഇങ്ങനെയാണ് അദ്ദേഹം ഇത് നിർത്തുന്നത്. മനുഷ്യ മനസ്സിനെ ആഴത്തിൽ സ്പർശിക്കുന്ന സന്ദർഭങ്ങൾ ചേർത്ത് അബ്ബാസ് എഴുതിയ ഈ വാക്കുകൾ അത്രമേൽ ഹൃദയത്തിൽ തൊടുന്നതാണ്. MN വിജയൻ മാഷ് പറഞ്ഞതുപോലെ ഐൻസ്റ്റീനും ഗാന്ധിയും എഡിസണും ചങ്ങമ്പുഴയുമെല്ലാം പരീക്ഷകളിൽ പലതിനും പരാജയപ്പെട്ടവരായിരുന്നു. പക്ഷേ ലോകത്തെ മാറ്റിയവരിൽ ഇവരൊക്കെയായിരുന്നു മുൻപിൽ. ഇത് പരാജയപ്പെട്ടവന്റെ കൂടെ ലോകമാണ്. വിജയം ഒന്നിന്റെയും തുടക്കവുമല്ല ഒടുക്കവുമല്ല, പരാജയവും. ഫലമറിഞ്ഞ എല്ലാ വിദ്യാർത്ഥികൾക്കും ആശംസകൾ. ന്യൂസ് കേരള.